ചികിത്സാ പിഴവ് വിവാദങ്ങൾക്കിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധം തീർത്ത് CPM. ഒറ്റപ്പെട്ട സംഭവം പർവ്വതീകരിക്കുകയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംഘർഷമുണ്ടാക്കാനാണ് വസതിയിൽ റീത്ത് വെച്ചത് എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മന്ത്രിമാർക്ക് മറുപടി പറയാനാകില്ല എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതിരോധം. സ്വാഭാവികം ഉണ്ടാവുന്നു, അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അതേന്ന് ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം, അത് രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിച്ചു ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവം, അതൊക്കെ തന്നെയാണ്. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ടേക്ക് പോകണം. മന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ മന്ത്രി ഉത്തരവാദിത്തം പറയേണ്ടി വരും. മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യങ്ങൾ മന്ത്രി നടപടി സ്വീകരിക്കണം. ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് അവരെല്ലാ കാര്യവും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കും, ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സ്വീകരിക്കുന്നത് ഒരു ഗവൺമെൻറ്റാണ്. അതിന് മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിലെ സിസ്റ്റത്തിന്റെ എറർ മാറ്റാൻ മന്ത്രി തന്നെ മാറണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ന് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയാണ്. ഈ സിസ്റ്റത്തിന്റെ ഫെയിലുവർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാകൂ. ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാകൂ. ഈ രോഗികളുടെ എല്ലാം വയറ്റിൽ ഈ കത്രിക വരുന്നെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അക്ഷതയുടെ കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത അനാസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി ആലോചിച്ച് പരിഹാരം കാണുന്നതിന് പകരം അത് സിസ്റ്റമിക് ഫെയിലുവർ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടർ ഹാരിസിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്, അല്ല മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റോ ആരോഗ്യ വകുപ്പോ മുന്നോട്ട് വന്നോ? റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, ഒരു വശത്ത് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ, വിമർശനം കടുപ്പിക്കുമ്പോൾ പ്രതിരോധവുമായി CPMന്റെ മുഴുവൻ മന്ത്രിമാരും തന്നെ രംഗത്തെത്തുകയാണ്, പാർട്ടി ഒന്നടങ്കവും. മധു, അങ്ങനെയാണ്. കാരണം CPIMനെതിരെ രാഷ്ട്രീയമായി അവസാന കാലത്ത് ഉപയോഗിക്കാൻ കിട്ടിയ ആയുധമെന്ന നിലയിലാണ് പ്രതിപക്ഷം വീണ ജോർജിനെതിരെ രംഗത്ത് വരുന്നത്. ആരോഗ്യരംഗത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പലതരത്തിലുള്ള ആക്രമണമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെ പൂർണ്ണമായും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറങ്ങി പ്രതിരോധം തീർക്കുന്ന കാഴ്ച ഇന്ന് കണ്ടു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ കേരളത്തിൽ നടക്കുന്നു, അതിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഈ തരത്തിൽ പ്രശ്നമുള്ളത്, അതുകൊണ്ട് ഇതിനെ ഒറ്റപ്പെട്ടതായി കണ്ടാൽ മതി എന്ന് പറയുന്നു. ഒപ്പം 50 വർഷം കത്രിക വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ അന്നത്തെ വകുപ്പ് മേധാവിയെ തള്ളി പറയുന്നുമുണ്ട് MV ഗോവിന്ദൻ. കുറച്ചുകൂടി ന്യായീകരണത്തിന്റെ മറ്റൊരു വേർഷനാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹവും ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നം ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇന്നും നടന്നിട്ടുണ്ട്, ഇനി നാളെയും നടക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുമുണ്ട് സാംസ്കാരിക മന്ത്രി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.